ചാനലിലെ JK യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ കറി വെക്കുന്നതാണ്. നമ്മൾ സാധാരണക്കാരല്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ കറി വെക്കണം. മത്തി കറി വെക്കുന്നതാണ് ഇന്ന് എൻ്റെ വീഡിയോ. ഞാൻ മത്തി ഈ അടുപ്പ് വെക്കാൻ പോവാണ്. തീ കത്തിക്കാൻ പോവാണ്. ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പ് വെക്കുവാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞങ്ങളെ എല്ലാവരും നല്ലതായിട്ട് പ്രോത്സാഹിപ്പിക്കണം. എല്ലാ യൂട്യൂബ് ചാനലിൽ പോലും ഞങ്ങൾക്കും ഒരു നല്ല ആഗ്രഹമുണ്ട്. യൂട്യൂബ് ചാനൽ അതുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഞങ്ങളുടെ വേളാങ്കണ്ണി പള്ളിയുടെ ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ. ഞാനിപ്പോൾ ചട്ടി അടുപ്പ് വെച്ചു. അടുത്ത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുവാണ്. നമ്മുടെ എണ്ണ ചൂടായി, നമ്മൾ കടുക് ഇടുകയാണ്. കടുക് പൊട്ടിയിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ. ഇതൊക്കെ വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കിയത്, പുളി. നമ്മൾ ഇന്ന് വെറൈറ്റി കറിയാണ്. തക്കാളിക്ക് അരച്ചാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. തക്കാളിക്ക് നമ്മൾ അരിഞ്ഞിട്ട് ജാറിലിട്ട് അരച്ച് വെച്ചേക്കുവാണ്. മത്തി നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ മീനിൻ്റെ കടുക് പൊട്ടുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അതിലോട്ടിടും. കടുക് പൊട്ടുവാണ്. കടുക് പൊട്ടി കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. നല്ലാട്ട് എണ്ണ കിടന്ന് നല്ലാട്ട് മൂക്കണം. ഒരു റെഡ് കളർ വരണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്. അത് കഴിഞ്ഞ് വേണം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇടാം. ഇത് നല്ലാട്ട് എണ്ണ കിടന്നിങ്ങനെ ചൂടാക്കുവാണ്. ഇങ്ങനെ വഴറ്റി നല്ല ഒരു കളർ വരണം. ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൂക്കുമ്പോഴാണ് നല്ല ചുമല കളർ വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ മൂക്കി. നമ്മുടെ വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മൂത്തു. നമ്മൾ ആദ്യം ഇടുന്നത് മല്ലിപ്പൊടി ഇടാം. ഇത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞൾ പൊടി ഇടാം. മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ഒരുമാതിരി നമ്മൾ എണ്ണയിൽ ഇങ്ങനെ വഴറ്റും. അത് കഴിഞ്ഞാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് അരപ്പ് നമ്മൾ ഒപ്പിക്കും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളി ഇഞ്ചി എണ്ണയിലിട്ടിട്ടൂടെ ഈ അരപ്പ് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാണ് നമ്മൾ അതിലേക്ക് പുളിയും ഉപ്പും ഇടുന്നത്. നല്ലതായിട്ട് അരപ്പ് മൂക്കണം, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കാണത്തില്ല. നല്ലതായിട്ട് അരപ്പ് ഇങ്ങനെ മൂത്ത് നമ്മളെ അരപ്പ് മൂത്തു. നല്ലതായിട്ട് അരപ്പ് തീ കുറച്ച് വെച്ച് മൂപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ തക്കാളിക്ക് അരച്ചത് അതിലോട്ട് ചേർക്കുവാണ്. അതും കൂടെ ഇച്ചിരി നേരം എണ്ണയിൽ ഈ അരപ്പിലിങ്ങനെ നമ്മൾ നല്ലാതെ ചെറിയതായിട്ട് മൂപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ തക്കാളി ഒരു പച്ചയുടെ ഒരു ചുവ വരും. അതാണ് നമ്മൾ അരപ്പിലോട്ട് ഇച്ചിരി തക്കാളി അരച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. തക്കാളിയും അരപ്പും എല്ലാം കൂടെ കടന്ന് ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ നേരം നല്ലതായിട്ട് ഇറക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് നല്ലതായിട്ട് അരപ്പും ഈ തക്കാളിയും അരപ്പും കൂടെ നല്ലതായിട്ട് ഇങ്ങനെ യോജിച്ച് വരും. എണ്ണയെ കടന്ന് അന്നേരം ചട്ടി നല്ലതായിട്ട് വേണ്ട, ചട്ടിയിൽ പിടിക്കാതെ ഇങ്ങനെ നല്ലതായിട്ട് മൂക്കും. അരപ്പ് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇതിൻ്റെ വഴിക്ക് നമ്മൾ കുടംപുളിയാണ് എടുക്കുന്നത്. കുടംപുളിയാണ് മീനിൽ ചേർക്കുന്നത്. കുടംപുളി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ അരപ്പ് തിളപ്പിക്കും. നമ്മൾ ഉപ്പിടാൻ പോവാണ്. ആവശ്യത്തിനുള്ള ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കഴിയുമ്പം ഈ അരപ്പൊന്ന് തിളച്ചിട്ട് വേണം നമുക്ക് ഉലുവാപ്പൊടി ഇടണം. നമ്മുടെ അരപ്പ് തിളച്ചു. നമ്മുടെ അരപ്പ് തിളപ്പിച്ച് നമ്മളൊന്ന് നല്ലതായിട്ട് പച്ചമണം പാകം വരെ വേവിക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ അരപ്പ് ഇങ്ങനെ കിടന്ന് വേഗത്തില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും
തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് തിളച്ച് വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം മത്തി. അടുപ്പ് തിളച്ച് അത് ഞങ്ങൾ ഇച്ചിരി ഉലുവ ഇടുവാണ്. ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടി ഇപ്പം തിളച്ച് കഴിഞ്ഞ് ഇച്ചിരി ഉലുവാപ്പൊടി ഉലുവാപ്പൊടി ഇട്ട് ഒന്നും കൂടെ അരപ്പ് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് അരപ്പ് തിളച്ച് എല്ലാം വെന്ത് നമ്മളിനി മത്തി ഇടാൻ പോകണേ. നമ്മൾ മത്തി വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി കണ്ടിച്ചില്ല, ഓരോ മത്തിയായിട്ടാണ്, ചെറിയ മത്തി ആയതുകൊണ്ട് അത് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കരിയാപ്പല അവസാനമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മത്തി ഇതിൽ ഉപ്പും പുളിയും എല്ലാം പിടിച്ച് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കറിക്ക്. നമ്മൾ കറിക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കാണ് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ്. വേറെ എണ്ണ നമ്മൾ ഉപയോഗിച്ചാൽ ഓയിലൊന്നും നമ്മൾ മീൻ കറി വെക്കരുത്. ഓയിലിൽ മീൻ കറി വെച്ചാൽ ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് അരപ്പ് നല്ലതായിട്ട് ഇങ്ങനെ ഉരുളിക്ക് മീനകത്ത് കറി മത്തി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മുടെ കറി റെഡി. ഈ മത്തി നമ്മൾ വേകാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കണം. തുറന്നിരുന്ന ആദ്യം പോകുമ്പോൾ വേഗത്തില്ല. അടച്ചു വെച്ചാൽ കഴിയുമ്പോൾ റെഡിയാകും. തിളച്ച് അത് പാകമായൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. മീൻ വറുക്കാനുണ്ടെങ്കിൽ പാൻ വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. അതിലേക്ക് നമ്മൾ ആറ്റുമീനാണ്. ആറ്റുമീൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇത് നമ്മൾ വള്ളത്തിൽ നിന്നാണ് പറയണേ. വെട്ടി അരപ്പാക്കി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുമാണ് ഇത് ഞങ്ങളുടെ കറി. ഇതിലാക്കുക വെള്ളത്തിൽ വറുത്തതും മത്തി തക്കാളിക്ക് അരച്ച് മുളക് ഇട്ട് കറി വെച്ചതുമാണ് ഇന്നത്തെ ഞങ്ങളുടെ. റെഡിയായി. നമ്മളിപ്പോൾ അതിൻ്റെ പുറത്തോട്ട് കരിയാപ്പല ഇട്ടു, ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് കൊടുക്കും. നമ്മുടെ അടിപൊളി കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിന് കപ്പ വേവിച്ചതിനോട് തിന്നാൻ നല്ല അടിപൊളി കറിയാണ് നമ്മുടെ കറി. നമ്മളതിനെ അടച്ചു വെക്കുന്നു. നമുക്കുള്ളത് ഇനി നമ്മുടെ മീൻ വറുത്തു, നമ്മുടെ ഉച്ചക്കത്തെ കറി വെള്ളത്തിൽ വറുത്തതും മത്തി തക്കാളിക്ക് അരച്ച് കറി വെച്ചു. നമ്മുടെ കറി റെഡിയായി. നമ്മുടെ മീൻ കറി ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇത് നമുക്കെല്ലാം റെഡിയായി. നമ്മൾ മീൻ കറി കഴിക്കാൻ നല്ല രുചിയാണ്. കപ്പയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. അടിപൊളി കറി. നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി.